നമസ്കാരം. കുടിയേറ്റക്കാരുടെ പറുദീസയായി അറിയപ്പെട്ടിരുന്ന കാനഡയിൽ ജനസംഖ്യ വളർച്ചാ നിരക്ക് കുത്തനെ താഴേക്ക്. സർക്കാർ വിദേശ വിദ്യാർത്ഥികൾക്കും താൽക്കാലിക താമസക്കാർക്കും ഏർപ്പെടുത്തിയ കർശന നിയന്ത്രണങ്ങളാണ് ഈ മാറ്റത്തിന് കാരണം. ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികളെയും തൊഴിലന്വേഷകരെയുമാണ് പുതിയ നയങ്ങൾ ഗുരുതരമായി ബാധിച്ചിരിക്കുന്നത്. 2025 അവസാന പാദത്തിൽ പുറത്തുവന്ന കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ജനസംഖ്യാ വർധനവിൽ വലിയ തോതിലുള്ള കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജസ്റ്റിൻ ട്രൂഡോ പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ കുടിയേറ്റ അനുകൂല നിലപാടാണ് എടുത്തിരുന്നത്. എന്നാൽ പ്രധാനമന്ത്രി മാറിയപ്പോൾ നയവും മാറുന്നു. ഭവനരഹിതരുടെ എണ്ണം കൂടുന്നതും ജീവിത ചെലവ് ക്രമാതീതമായി വർദ്ധിച്ചതും കാനഡയിലെ പൊതുസമൂഹത്തിനിടയിൽ കുടിയേറ്റ വിരുദ്ധ മനോഭാവം വളരാൻ കാരണമായിരുന്നു. ഇതിനെ തുടർന്നാണ് വിദേശ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സ്റ്റഡി പെർമിറ്റുകളുടെ എണ്ണത്തിൽ സർക്കാർ വലിയ വെട്ടിക്കുറയ്ക്കൽ നടത്തിയത്. പഠനത്തിന് ശേഷം ലഭിക്കുന്ന വർക്ക് പെർമിറ്റുകളിലും നിയന്ത്രണങ്ങൾ വന്നതോടെ ഇന്ത്യയിൽ നിന്നുള്ള ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ കാനഡ സ്വപ്നങ്ങൾക്ക് മങ്ങലേറ്റു. ഇന്ത്യയിൽ നിന്നുള്ള അപേക്ഷകളിൽ ഏകദേശം 40% കുറവ് വന്നതായിട്ടാണ് അനൌദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്. താൽക്കാലിക താമസക്കാരുടെ എണ്ണം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പുതിയ ക്വാട്ട സമ്പ്രദായം നിലവിൽ വന്നതോടെ കാനഡയിലുള്ളവർക്ക് പോലും വിസ പുതുക്കുന്നത് പ്രതിസന്ധിയായിരിക്കുകയാണ്. മതിയായ രേഖകളില്ലാത്തവർ രാജ്യം വിടണമെന്ന കർശന നിർദ്ദേശം ഭരണകൂടം നൽകി കഴിഞ്ഞു. രാജ്യത്തെ ഭവന പ്രതിസന്ധിയും ആരോഗ്യ പരിരക്ഷാ സംവിധാനങ്ങളിലെ പരിമിതികളും പരിഹരിക്കാൻ കുടിയേറ്റം നിയന്ത്രിക്കാതെ കഴിയില്ലെന്ന നിലപാടിലാണ് സർക്കാർ. വരാനിരിക്കുന്ന പൊതു തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ നീക്കമായും ഇതിനെ വിലയിരുത്തപ്പെടുന്നുണ്ട്. കാനഡയിലെ ജനസംഖ്യാ വളർച്ചയുടെ 90%-ലധികവും കുടിയേറ്റത്തെ ആശ്രയിച്ചായിരുന്നു. എന്നാൽ പുതിയ നിയന്ത്രണങ്ങൾ സാമ്പത്തിക മേഖലയെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. കുറഞ്ഞ വേതനത്തിൽ ജോലി ചെയ്യാൻ ആളുകളെ കിട്ടാത്ത സാഹചര്യം പല പ്രവിശ്യകളിലും ഉടലെടുത്തിട്ടുണ്ട്. എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ കർശനമായ വിസ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് കനേഡിയൻ ഗവൺമെന്റിന്റെ തീരുമാനം. ഇത് ലക്ഷക്കണക്കിന് ഇന്ത്യൻ കുടുംബങ്ങളുടെ സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ പ്ലാനിങ്ങുകളെ സാരമായി ബാധിച്ചിരിക്കുകയാണ്. കാനഡയിലെ ജനസംഖ്യയുടെ 5%-ലേക്ക് താൽക്കാലിക താമസക്കാരുടെ എണ്ണം കുറയ്ക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി 2025 നൽകുന്ന സ്റ്റഡി പെർമിറ്റുകളുടെ എണ്ണം 4,37,000 കുറച്ചു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 10% ഇടിവാണിത്. വിസ നിരസിക്കുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് കാണുന്നത്. ഓഗസ്റ്റ് മാസത്തിലെ കണക്കുകൾ പ്രകാരം ഇന്ത്യൻ അപേക്ഷകരിൽ 74% പേരുടെ വിസ നിരസിക്കപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട്. കാനഡയിലെ ഈ കടുത്ത നടപടികൾ കാരണം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കിടയിൽ ജർമ്മനി, ഫ്രാൻസ്, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് താൽപ്പര്യം മാറുന്നതായി നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു.